ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ട്രിഗണോമെട്രിക് ഫങ്ഷൻസിലെ ഓരോ ഫംഗ്ഷനെയും എങ്ങനെ ഇൻവേർട്ടിബിൾ ആക്കുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത രണ്ട് ഫങ്ഷൻസ്, അതായത് കൊസീക് ഫംഗ്ഷനും സീക്ക് ഫംഗ്ഷനും എന്താണെന്നുള്ളത് നോക്കാം. ആദ്യത്തേത് കൊസീക് ഫംഗ്ഷൻ. ആദ്യം നമുക്കിതിൻ്റെ ഗ്രാഫ് നോക്കാം. ഇതാണ് കൊസീക് എക്സിൻ്റെ ഗ്രാഫ്. നമ്മളിത് ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്, ഫംഗ്ഷൻ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. കൊസീക് ഫംഗ്ഷനാണിത്. ഇത് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഡൊമെയിൻ എന്താണെന്നുള്ളത് പറയാൻ സാധിക്കും. നമുക്കറിയാം എക്സ് ആക്സിസിലാണ് നമ്മൾ ഡൊമെയിൻ പറയുക. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് എക്സ് ആക്സിസിൽ കർവ് വന്നിട്ടുണ്ട്. കുറച്ച് പോയിൻറ്റ്സിൽ അത് കർവ് ഇല്ലാത്ത പോർഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ പോയിൻ്റ്, അതായത് 0 എന്നുള്ള പോയിന്റിൽ കർവിൻ്റെ പോർഷൻ വന്നിട്ടില്ല. കാര്യം ഈ കർവ് ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴോട്ടുള്ള കർവ് ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 0 എന്നുള്ള പോയിന്റിന് ഒരു ഇമേജ് അല്ലെങ്കിൽ കർവിൻ്റെ ഒരു പോർഷൻ അവിടെ വന്നിട്ടില്ല. അതുപോലെ തന്നെ പൈ എന്നുള്ള പോയിന്റിലും കർവിൻ്റെ പോർഷൻ വന്നിട്ടില്ല. അതുപോലെ 2π, അതുപോലെ 3π, അത് പോസിറ്റീവ് സൈഡിലേക്ക്, ഈ സൈഡിലേക്ക് -π എന്നുള്ള പോയിന്റിൽ, അതുപോലെ -2π എന്നുള്ള പോയിന്റിലൊന്നും കർവിൻ്റെ പോർഷൻ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഡൊമെയിൻ എന്നുള്ളതിനെ ഇങ്ങനെ പറയാം. R എന്നുള്ള ഫുൾ സെറ്റിൽ നിന്നും ഈ പോയിൻറ്റ്സ്, അതിനെ നമുക്ക് ജനറലായിട്ട് nπ എന്നുള്ള പോയിൻറ്റ്സ്, വേർ n ഈസ് എ ഇൻറ്റീജർ, അതായത് പൈയുടെ മൾട്ടിപ്പിൾസ് എല്ലാം ഇതിൽ നിന്ന് ആറിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അതാണ് കൊസീക് ഫംഗ്ഷൻ്റെ ഡൊമെയിൻ. ഇനി എന്താണ് ഇതിൻ്റെ റേഞ്ച്? നമ്മൾ റേഞ്ച് നോക്കുക, വൈ ആക്സിസിലാണ്. നമുക്ക് ഈ കർവ് കാണുമ്പോൾ അറിയാം, വൈ ആക്സിസിലെ ഈ ഒരു പോർഷൻ, അതായത് അപ്പർ പോർഷൻ ആണെങ്കിൽ 1ന് മുകളിലോട്ടുള്ള ഭാഗത്താണ് കർവ് നിൽക്കുന്നത്. അതുപോലെ താഴോട്ട് നോക്കുകയാണെങ്കിൽ -1ന് താഴോട്ടുള്ള ഭാഗത്താണ് കർവ് നിൽക്കുന്നത്. അതായത് ഫുൾ ആർ, നമുക്ക് വൈ ആക്സിസിലെ ഫുൾ ആർ എടുക്കാൻ സാധിക്കില്ല. പകരം ആറിൽ നിന്ന് ഈ പറഞ്ഞ പോർഷൻ, അപ്പോൾ ആ പോർഷന് നമുക്ക് -1 to +1, അത് ഇൻ്റർവൽ. കാര്യം -1ഉം 1ഉം ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് ഓപ്പൺ ഇൻ്റർവൽ -1 1 എന്നുള്ളത് ഫുൾ സെറ്റിൽ നിന്ന് ആറിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ ഈ കൊസീക് ഫംഗ്ഷൻ്റെ റേഞ്ച് എന്നുള്ളത് R മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1 ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഇനി ഇവിടെ നമ്മൾ ഇൻവേഴ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഈ ഫംഗ്ഷനെ ഇൻവേർട്ടിബിൾ ആക്കണമെങ്കിൽ അതെന്തായിരിക്കണം? നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ അത് 1 1 on 2 ആയിരിക്കണം. ഇപ്പോൾ ഈ ഫംഗ്ഷൻ ഇപ്പോൾ ഇത് 1 1 അല്ല. കാര്യം നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ് ആക്സിന് പാരലായിട്ടൊരു ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതൊന്ന് മൂവ് ചെയ്യിച്ച് നോക്കാം. ഇതിനെ മൂവ് ചെയ്യിക്കുമ്പോൾ ഒന്നിലധികം പോയിൻറ്റ്സിൽ ഇത് ടച്ചിങ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് നമുക്ക് ഗ്രാഫിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഇത് ഒന്നിലധികം പോയിൻറ്റ്സിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ 1 1 അല്ല. അതായത് കൊസീക് എന്നുള്ള ഫംഗ്ഷൻ ഈ പറഞ്ഞ ഡൊമെയിനും ഈ പറഞ്ഞ റേഞ്ചിലും 1 1 അല്ല. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനും ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്ത പോലെ നമ്മുടെ ഉദ്ദേശം ഇവിടെ ഡൊമെയിനെ റെസ്ട്രിക്റ്റ് ചെയ്യലാണ്. അത് എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതായത് ഈ ലൈൻ മൂവ് ചെയ്യിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈൻ വരയ്ക്കുമ്പോൾ കർവിൻ്റെ ഒന്നിലധികം പോർഷൻസ് ടച്ച് ചെയ്യാത്ത തരത്തിൽ വേണം നമ്മളതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ. അതിങ്ങനെയാണ്, ഈ ഒരു പോർഷൻ, ഈ താഴെ കാണുന്ന കർവിൻ്റെ ഒരു സൈഡ് മാത്രം നമ്മൾ ഒറ്റ ഒരു കർവ് ഫുള്ളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് പറ്റില്ല. കാര്യം നമുക്കിപ്പോൾ ലൈൻ മൂവ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും 2 പോയിൻറ്റ്സിൽ ടച്ചിങ് വരും. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. അതിന് പകരം താഴോട്ടുള്ള കർവിൻ്റെ ഈ ഒരു ഹാഫ് പോർഷൻ, ഇങ്ങോട്ടുള്ള പോർഷനും ഈ മേലെ കാണുന്ന കർവിൻ്റെ ഈ ഹാഫ് പോർഷനും അതും വരുന്ന തരത്തിൽ ഇൻ്റർവെൽ എന്തെടുക്കണം നോക്കുക. ഇൻ്റർവെൽ നമുക്ക് ഇവിടെ കാണാം, -π/2 മുതൽ π/2 വരെ എടുത്താൽ മതി. അതിൽ ഒരു പ്രത്യേകതയുള്ളത് 0 എന്നുള്ള പോയിന്റിൽ, നേരത്തെ പറഞ്ഞ പോലെ 0 എന്നുള്ള പോയിന്റിൽ ഡിഫൈൻഡ് അല്ല, കർവില്ല. അതുകൊണ്ട് തന്നെ ആ എന്താണോ ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് ആ 0 ഒഴിവാക്കണം. കാര്യം 0 എന്നുള്ള പോയിന്റിൽ അത് കർവ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത ആ പോർഷൻ നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്നതാണ് ആ റെസ്ട്രിക്റ്റ് ചെയ്ത പോർഷൻ, അതായത് -π/2 മുതൽ π/2 വരെ റെസ്ട്രിക്റ്റ് ചെയ്ത കർവാണ് ഈ കാണുന്നത്. അതിൽ 0 ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ കൊസീക് എക്സിൻ്റെ ഡൊമെയിൻ എന്തായി മാറി? ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 മൈനസ് സിംഗിൾട്ടൺ 0 ആയി മാറി. ഇനി ഇപ്പോൾ ഇത് 1 1 ആവുമോ എന്നുള്ളത് നോക്കാം. നമുക്ക് ഈ ഒരു പോർഷൻ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായി മാറി അല്ലേ. ഇനിയിപ്പോൾ ഈ ലൈൻ ഒന്ന് മൂവ് ചെയ്യിച്ച് നോക്കുക. നമുക്കറിയാം ഒന്നിലധികം പോയിൻറ്റ്സിൽ ഇത് ടച്ചിങ് വരുന്നില്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1 1 ആയി മാറി. റേഞ്ച് നേരത്തെ പറഞ്ഞ പോലെ റേഞ്ച് R മൈനസ്
ഈ ഒരു പോർഷൻ മൈനസ് ചെയ്തിരുന്നു, റേഞ്ച് എന്നുള്ള ഇതിൽ ഇത് വന്നിരുന്നില്ല. അത് ഇവിടെ അങ്ങനെ തന്നെ റേഞ്ച് സെയിം തന്നെ, ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 എന്നുള്ളതാണ് ഇതിൻ്റെ റേഞ്ച്. അപ്പോൾ റേഞ്ചിൽ എല്ലാ എലമെൻസിനും പ്രീ ഇമേജ് ഉണ്ടോ നോക്കാം. അപ്പോഴാണ് ആ ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പറയാം. നമുക്കറിയാം ഏത് പോയിന്റ് എടുത്താലും ഈ പറഞ്ഞിരിക്കുന്ന റേഞ്ചിലെ ഏത് പോയിന്റ് എടുത്താലും, അതായത് 1 മുതൽ അങ്ങോട്ട് ഏത് പോയിന്റ് എടുത്താലും അതിന് ഒരു എക്സ് വാല്യൂ ഉണ്ട്. ഏത് പോയിന്റിലും അതിന് കറസ്പോണ്ടിങ് ഒരു എക്സ് വാല്യൂ ഉണ്ട്. താഴോട്ടുള്ള പോർഷൻ ആണെങ്കിൽ അങ്ങനെ തന്നെ ഏത് പോയിന്റ് എടുത്താലും അതിനൊരു എക്സ് വാല്യൂ ഉണ്ട്. സോ ഈ ഫംഗ്ഷൻ ഓൺ ടു കൂടിയാണ്. ഇപ്പോൾ ഇത് 1 ആയി, ഓൺ ടു ആയി, അതുകൊണ്ട് അത് ഇൻവേർട്ടിബിൾ ആയി. നമുക്ക് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാം. ഇനി എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻവേഴ്സ് എന്നുള്ളതൊന്ന് കാണാം. ഇതാണ് ഇതിൻ്റെ ബ്ലൂ കളറിലുള്ളതാണ് കൊസീക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത്. അത് ഇവിടെ സൈഡിൽ വന്നിരിക്കുന്ന സൈൻ ഇൻവേഴ്സ് 1/x ആണ്. രണ്ടും സെയിം ആണ്. കൊസീക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് തന്നെയാണ് സൈൻ ഇൻവേഴ്സ് 1/x, കാരണം ഇത് റെസിപ്രോക്കൽ ഫങ്ഷൻസ് ആണ്. ഇനി നേരത്തെ പറഞ്ഞു ഒരു ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സും കണക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് y = x എന്നുള്ളൊരു ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ലൈനിൽ ഈ ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സും റിഫ്ലക്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻവേഴ്സ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആകുമ്പോൾ അത് നമ്മൾ ആംഗിളാണ് ഡൊമൈനിൽ വരിക, അതിൻ്റെ വാല്യൂ ആണ് റേഞ്ചിൽ വരാമെന്ന് പറഞ്ഞു. ഇൻവേഴ്സ് ആകുമ്പോൾ നേരെ തിരിയും, വാല്യൂ ആണ് അതിൻ്റെ ഡൊമൈനിൽ വരിക, അതുപോലെ ആംഗിളാണ് അതിൻ്റെ റേഞ്ചിൽ വരാം. അതുകൊണ്ട് നമുക്ക് ഈ എക്സ് ആക്സിസും വൈ ആക്സിസും ഒന്ന് മാറ്റി കൊടുക്കാം. എക്സ് ആക്സിൽ നമുക്ക് നമ്പേഴ്സ് മതി. അതുപോലെ വൈ ആക്സിസിൽ നമുക്ക് π/2 ഫോമിൽ കൊടുക്കാം. ഇനി ഇപ്പോൾ നമുക്കിതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷനാണിത്. കൊസീക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ്. ഇനി ഇപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ നമുക്ക് ഡയറക്റ്റ് പറയാം. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഡൊമൈൻ? ഈ കർവ് കണ്ടാൽ അറിയാം ഇത് ഫുൾ വരുന്നുണ്ട്, ഈ ഒരു പോർഷൻ മാത്രം അതിൽ എക്സ്ക്ലൂഡഡ് ആണ്. അതായത് ഡൊമൈൻ എന്നത് ആർ എന്നുള്ള ഫുൾ സെറ്റിൽ നിന്നും ഈ ഒരു ഇൻ്റർവൽ, അതായത് ഓപ്പൺ ഇൻ്റർവൽ -1 1 എന്നുള്ളത് മൈനസ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഡൊമൈൻ. അതുപോലെ റേഞ്ച് എന്തായിരിക്കും? റേഞ്ച് എന്ന് പറയുന്നത് ഈ കർവ് വന്നിരിക്കുന്ന ഈ ഇവിടെ മുതൽ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടം വരെ, അതിൽ 0 എന്നുള്ള പോയിന്റിൽ മാത്രം അത് ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട് അവിടെ കർവ് വന്നിട്ടില്ല. അപ്പോൾ 0 എന്നുള്ളത് അതിൽ നിന്ന് ഒഴിവാക്കാം. അതായത് കൊസീക് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 മൈനസ് സിംഗിൾട്ടൺ 0 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻവേഴ്സിനെ പറ്റി. അതിൻ്റെ നോട്ടൊന്ന് നോക്കാം. കൊസീക് എക്സ് or cosec function, we know cosec is from r minus set of all x such that x equal to n pi where n belongs to z. അതായത് ഈ ഡൊമൈൻ ഇവിടെ പറഞ്ഞു, കാര്യം പൈയുടെ എല്ലാ മൾട്ടിപ്പിൾസിലും കർവ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇതായിരുന്നു അതിൻ്റെ ഡൊമൈൻ, അതുപോലെ റേഞ്ച് ഇതായിരുന്നു. ഇനി അതിനെ 1 1 ആവുന്ന തരത്തിൽ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തു ടു ദ ഡൊമൈൻ ദിസ്, ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 മൈനസ് സിംഗിൾട്ടൺ 0 ആക്കി നമ്മൾ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്തു. റേഞ്ച് സെയിം. അപ്പോൾ അത് 1 1 ആയി, ഓൺ ടൂവും കൂടെയാണ്, അതുകൊണ്ട് ഇൻവേർട്ടിബിൾ ആയി. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് നേരെ തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്കായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ കൊസീക് ഇൻവേഴ്സ് എന്നത് ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1 നിന്നും ഇതിലേക്കായിരിക്കും, അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 മൈനസ് സിംഗിൾട്ടൺ 0യിലേക്കായിരിക്കും. ഇനി നമുക്കിതിൻ്റെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അതായത് കൊസീക് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1 ആണ്. അതുപോലെ റേഞ്ച് എന്ന് പറയുന്നത് മൈനസ് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 മൈനസ് സിംഗിൾട്ടൺ 0 ആണ്. ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയാം. സോ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഓഫ് കൊസീക് ഇൻവേഴ്സ് എന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 മൈനസ് സിംഗിൾട്ടൺ 0 ആണ്. ഇനി അടുത്ത ഫംഗ്ഷൻ നമുക്ക് നോക്കാം. സീക്ക് ഫംഗ്ഷനാണ്. ആദ്യം സീക്ക് എക്സിൻ്റെ ഗ്രാഫ് കാണാം. ഇതാണ് സീക്ക് എക്സിൻ്റെ ഗ്രാഫ്. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ് സീക്ക് ഫംഗ്ഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഡൊമൈൻ ഒന്ന് പറഞ്ഞു നോക്കാം. ഈ സീക്ക് ട്രിഗണോമെട്രി ഫംഗ്ഷനിലായിട്ട് തന്നെ സീക്ക് എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് ആക്സിലാണ് നമ്മൾ ഡൊമൈൻ നോക്കുക. ഡൊമൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ആർ എന്നുള്ളതിൽ ചില പോയിൻറ്റ്സിൽ കർവ് ഡിഫൈൻ ചെയ്തിട്ടില്ല. അത് ഏതൊക്കെ പോയിൻറ്റ്സാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഇവിടെ π/2 എന്നുള്ളതിൽ കർവ് വരുന്നില്ല. കാര്യം ഇതിൻ്റെ രണ്ട് സൈഡിലും കർവ് ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ π/2 കർവ് വരുന്നില്ല, ഡിഫൈൻഡ് അല്ല. അതുപോലെ 3π/2 കർവ് വരുന്നില്ല.
5π/2 വരുന്നില്ല, അതുപോലെ ആ സൈഡിലേക്ക്. ഇനി ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ -π/2 -3π/2 എക്സെട്ര. അതായത് നമുക്ക് ജനറലായിട്ട് പറയാം π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസിലൊന്നും കർവ് ഡിഫൈൻഡ് അല്ല. അതായത് ഡൊമെയിൻ നമ്മൾ പറയുമ്പോൾ ആറിൽ നിന്നും ഏതൊക്കെ പോയിന്റ്സ് ഒഴിവാക്കണം? π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസ് ഒഴിവാക്കണം. ഇനി നമുക്ക് നോക്കാം റേഞ്ച് എന്തായിരിക്കും ഇതിൻ്റെ. നേരത്തെ നമ്മൾ കൊസീക് ഫംഗ്ഷൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ y ആക്സിസിലാണ് നോക്കുക. y ആക്സിസിൽ നോക്കുമ്പോൾ കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ ലോവർ പോർഷൻ നോക്കുകയാണെങ്കിൽ -1 മുതൽ താഴോട്ടേ ഉള്ളൂ, അതുപോലെ അപ്പർ പോർഷൻ നോക്കുകയാണെങ്കിൽ 1 മുതൽ മേലോട്ടേ ഉള്ളൂ. അതായത് ഈ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ കർവ് ഇല്ല. അതായത് റേഞ്ച് എന്ന് പറയുന്നത് ഫുൾ ആർ എന്നതിൽ നിന്നും ഏത് കുറയ്ക്കേണ്ടി വരും? -1 1 എന്നുള്ള ഇൻ്റർവെൽ കുറയ്ക്കേണ്ടി വരും. ദാറ്റ് ഈസ് ഓപ്പൺ ഇൻ്റർവെൽ -1 1 മൈനസ് ചെയ്യേണ്ടി വരും. കാരണം -1ൽ കർവ് ഉണ്ട്, 1ൽ കർവ് ഉണ്ട്. അപ്പോൾ ആ 2 പോയിന്റ് അവിടെ ഡിഫൈൻഡ് ആണ്. അപ്പോൾ അത് ഓപ്പൺ ഇൻ്റർവെൽ -1 1 എന്നുള്ളത് ആറിൽ നിന്നും കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അതാണ് അതിൻ്റെ റേഞ്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കലാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഫംഗ്ഷൻ, ഇങ്ങനെ ഡിഫൈൻ ചെയ്യപ്പെട്ട ഫംഗ്ഷൻ 1 1 ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ എക്സ് ആക്സിന് പാരലായിട്ടൊരു ലൈൻ നോക്കുകയാണെങ്കിൽ അതൊന്ന് മൂവ് ചെയ്യിക്കുക. മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഒന്നിലധികം പോയിന്റ്സിൽ ഇത് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് 1 1 അല്ല. കാരണം ഓരോ ഡിഫറെൻറ്റ് എക്സ് വാല്യൂസിന് സെയിം ഇമേജ് ആണ്, സെയിം വൈ വാല്യൂ ആണ് വരിക. അതുകൊണ്ട് ഇത് 1 1 അല്ല. അപ്പോൾ നമ്മൾ ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാണ്. റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ഇത് 1 1 ആവുന്ന തരത്തിൽ, അതായത് ഇങ്ങനെ ഒരു ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഒന്നിലധികം പോയിന്റ്സിൽ ടച്ച് ചെയ്യാത്ത തരത്തിൽ വേണം ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം മാത്രം എടുക്കുകയാണെങ്കിൽ അത് വീണ്ടും ഇതുപോലെ 2 പോയിന്റിൽ ടച്ചിങ് വരും. അപ്പോൾ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 0 മുതൽ π വരെ നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന കർവ് ഒന്ന് ഈ കർവിൻ്റെ ഈ ഒരു ഹാഫ് പോർഷൻ മേലോട്ട്, അതുപോലെ ഈ കർവിൻ്റെ ഇങ്ങോട്ടുള്ള ഹാഫ് പോർഷൻ, ഈ 2 പോർഷനായിരിക്കും 0 π എന്നുള്ള ഇൻ്റർവെല്ലിൽ കിട്ടുക. അതിൽ ഒരു പോയിന്റ് ഒഴിവായിട്ടുണ്ടാവും. ഏത് പോയിന്റ്? കർവ് ഡിഫൈൻ ചെയ്യപ്പെടാത്ത π/2 എന്നുള്ള പോയിന്റ് അതിൽ ഒഴിവായിട്ടുണ്ടാവും. സോ നമ്മൾ ഇവിടെ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 π മൈനസ് സിംഗിൾട്ടൺ π/2. π/2 എന്നുള്ള പോയിന്റ് അതിൽ നിന്ന് ഒഴിവാക്കാം. അങ്ങനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത ഫംഗ്ഷൻ ഇപ്പോൾ എന്തായി മാറുന്നുള്ളതാണ്. ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ആ റെസ്ട്രിക്റ്റ് ചെയ്ത പോർഷൻ. ഇനി ഇത് നമ്മൾ 1 1 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ ഈ ലൈനൊന്ന് മൂവ് ചെയ്യിച്ചാൽ മതി. അതിന് ആദ്യം ഈ ഒരു പോർഷൻ മാത്രം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഈ ലൈൻ മൂവ് ചെയ്യിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരേ ഒരു പോയിന്റിൽ മാത്രമാണ് ഇതിൻ്റെ ടച്ചിങ് വരുന്നുള്ളൂ. അതായത് ഡിഫറെൻറ്റ് എക്സിന് ഡിഫറെൻറ്റ് വൈ ആണ്. ഇനി ഇത് ഓൺ ടു ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ നമുക്കറിയാം ഇതിൻ്റെ റേഞ്ച്, സീക്ക് ഫംഗ്ഷൻ്റെ റേഞ്ച് എന്നുള്ളത് ഫുൾ ആറിൽ നിന്നും ഈ ഒരു പോർഷൻ കുറച്ചതായിരുന്നു അതിൻ്റെ റേഞ്ച്. -1 1 എന്നുള്ള ഇൻ്റർവെൽ കുറച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു റേഞ്ചിലെ എല്ലാ പോയിന്റിനും പ്രീ ഇമേജ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമുക്കറിയാം ഇങ്ങനെ ഒരു പോയിന്റ് എടുത്തു, ഇതിനൊരു എക്സ് വാല്യൂ, ഇത് മാറ്റി അതിന് വീണ്ടും ഒരു എക്സ് വാല്യൂ, അങ്ങനെ ഏത് പോയിന്റ് എടുത്താലും ഈ സൈഡിലേക്ക് എടുത്താലും ഇങ്ങനെ ഒരു പോയിന്റ് എടുത്തു അതിനൊരു എക്സ് വാല്യൂ, അതുപോലെ ഇതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും അതിന് ഒരു എക്സ് വാല്യൂ, അങ്ങനെ ഏത് പോയിന്റ് റേഞ്ചിലെടുത്താലും വി ഗെറ്റ് എ പ്രീ ഇമേജ്. അതായത് ഈ ഫംഗ്ഷൻ ഓൺ ടു ആണ്. ഇനി ഓൺ ടു ആണ് 1 1 ആണ്, അതുകൊണ്ട് നമുക്കത് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം. അതിനെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാം. സോ സീക്ക് എക്സിൻ്റെ ഇൻവേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യാം. സീക്ക് ഇൻവേഴ്സ് എക്സ് സൈഡിൽ എഴുതിയിരിക്കുന്ന അതിൻ്റെ കോസ് ഇൻവേഴ്സ് 1/x ആണ്. റെസിപ്രോക്കൽ ഫംഗ്ഷൻസ് ആയതുകൊണ്ട് ഇതും അതും, അതായത് സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് തന്നെയാണ് കോസ് ഇൻവേഴ്സ് 1/x എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഡൊമൈനും റേഞ്ചും കൂടെ ഒന്ന് ഇവിടെ നിന്ന് നോക്കിയിട്ട് പോവാം. അതായത് സീക്ക് എക്സ് എന്നുള്ളതിൻ്റെ ഡൊമൈൻ എന്തായിരുന്നു? നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത ഡൊമൈൻ എന്തായിരുന്നു? ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 π, അതിൽ നിന്നും π/2 മൈനസ് ചെയ്തു. ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 π മൈനസ് സിംഗിൾട്ടൺ π/2. അതായിരിക്കും ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ റേഞ്ച്. അതുപോലെ ഇതിൻ്റെ റേഞ്ച് എന്തായിരുന്നു? r മൈനസ് ഓപ്പൺ ഇൻ്റർവെൽ -1 1. അതായിരിക്കും ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡൊമൈൻ. കാര്യം ഇത്രയേ ഉള്ളൂ. എയിൽ നിന്ന് ബിയിലേക്കാണ് ഫംഗ്ഷൻ എങ്കിൽ ഇൻവേഴ്സ് എന്നത് ബിയിൽ നിന്ന് എയിലേക്കായിരിക്കും. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ ഇൻവേഴ്സ്, അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. ഇതാണ് ആ ഇൻവേഴ്സിൻ്റെ ബ്ലൂ കളറിലുള്ളതാണ് ഇൻവേഴ്സ്. സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണിത്. നേരത്തെ പറഞ്ഞ പോലെ y = x ഇത് റിഫ്ലക്ഷൻ ആയിരിക്കും. ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സും റിഫ്ലക്ഷൻ ആയിരിക്കും. അതൊന്ന് കാണാമെന്ന് മാത്രം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഡൊമൈനും റേഞ്ചും പറയാൻ
കുറച്ച് ബുദ്ധിമുട്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇൻവേഴ്സ് ഫങ്ഷൻസ് ആകുമ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ വാല്യൂസ് മതി. അതുപോലെ വൈ ആക്സിസിലാണ് അതിൻ്റെ ആംഗിൾ ഫോം വരേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഇതിലൊന്ന് മാറ്റി കൊടുത്തിട്ട് കാണിക്കാം. എക്സ് ആക്സിസിൽ നമുക്ക് നമ്പേഴ്സ് മതി. അതുപോലെ വൈ ആക്സിസിൽ ആംഗിൾ π/2 ഫോമിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ നമുക്ക് ഡൊമെയിനും റേഞ്ചും പറയാം. ഡൊമെയിൻ എന്നുള്ളത് എന്തായിരിക്കും? സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിൻ എന്നുള്ളത് നമുക്കറിയാം കർവ് ഈ ഫുൾ എക്സ് ആക്സിനും മീതിയുണ്ട്, പക്ഷേ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ അത് മാറ്റിയിട്ടുണ്ട്. അത് ഈ പോർഷനാണ്, ഓപ്പൺ ഇൻ്റർവൽ -1 1 എന്നുള്ള പോർഷനാണ്. സോ സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിൻ എന്നുള്ളത് r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1 ആയിരിക്കും. അതുപോലെ അതിൻ്റെ റേഞ്ച് പറയുമ്പോൾ നമ്മൾ വൈ ആക്സിസിൽ നോക്കും. വൈ ആക്സിസിൽ ഏത് ഇൻ്റർവെല്ലാണ് നോക്കുക, അതായത് 0 മുതൽ മേലോട്ടാണ് കർവ് വന്നിട്ടുള്ളത്. 0 മുതൽ π വരെ അതിൽ ഏത് പോയിൻ്റ് ഒഴിവാക്കിയിട്ടുണ്ട്? π/2 എന്നുള്ള പോയിൻ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ റേഞ്ച്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0π മൈനസ് സിംഗിൾട്ടൺ π/2 ആണ് സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച്. ഇനി അതിൻ്റെ നോട്ട്സ് ഒന്ന് നോക്കാം. Sec x. We know sec is from r minus set of all x such that x equal to 2n plus 1 π/2. That is odd multiples of π/2. അത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ആ കർവ് കണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചത്. അതിൽ നിന്ന് r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1. When we restrict domain so that it becomes invertible, we get this. അതായത് ഡൊമൈനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തു, ഇതുപോലെ റെസ്ട്രിക്റ്റ് ചെയ്തു, റേഞ്ച് സെയിം. അപ്പോൾ അത് 1 1 ആയി, 1 2 ആയി, ഇൻവേർട്ടിബിളായി. സോ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. എയിൽ നിന്ന് ബിയിലേക്കാണ് ഫംഗ്ഷൻ എങ്കിൽ ബിയിൽ നിന്ന് എയിലേക്കാണ് അതിൻ്റെ ഇൻവേഴ്സ്. സോ സീക്ക് ഇൻവേഴ്സ് എന്നത് r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1 നിന്നും ക്ലോസ്ഡ് ഇൻ്റർവൽ 0π മൈനസ് സിംഗിൾട്ടൺ π/2 എന്ന സെറ്റിലേക്കായിരിക്കും. ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ എഴുതാം. ഡൊമൈൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ദാറ്റ് ഈസ് r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1 ആയിരിക്കും. അതുപോലെ റേഞ്ച് എന്നത് ഇതായിരിക്കും, ക്ലോസ്ഡ് 0π മൈനസ് സിംഗിൾട്ടൺ π/2. ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയാം. ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സീക്ക് ഇൻവേഴ്സ് ഈസ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0π മൈനസ് സിംഗിൾട്ടൺ π/2. ഓക്കെ.